യാറയിലാണവനേറിയ നേരവും പാഞ്ഞു മറഞ്ഞു പറന്നു റഫാഹിയ ചൂടി നടക്കണ ചൂരതിലേറിയ സുബകവനാണേ. പിന്നെ വേറൊരു ബന്ധുല്ലേ, അവർ രണ്ടുപേരും ബുള്ളറ്റ് ആയിട്ട് വന്ന് എന്റെ ഓട്ടോന്റെ വട്ടം വെച്ച്, എന്നിട്ട് എന്നെ പറയാത്ത അസഭ്യമൊന്നുമില്ല, എന്റെ വണ്ടി ഇടിച്ച് പൊട്ടിക്കാൻ പോയി. കരിങ്കല്ലായിട്ടാണ് അത് ഇവിടത്തെ കുട്ടി. അല്ലേ ഈ ലച്ചുവിന്റെ ഗൗരിയുടെ കാര്യമാണ് ഈ പറയണ? പിന്നെ അല്ല അവരെന്തിനാണ് ഇയാളുടെ ഓട്ടോയിൽ അവരുടെ ബുള്ളറ്റ് കൊണ്ടൊന്ന് ഇടിച്ച് ഇടാൻ നോക്കണത്? അതിന്റെ ആവശ്യം എന്താ അവർക്ക്? കാര്യം പറഞ്ഞു. അതെ ചേച്ചി, ഞാനൊരു നിഷ്കളങ്കനാണ്. ആണോ? ഞാൻ നിഷ്കളങ്കനെ ആദ്യമായിട്ട് കാണുക. നമസ്കാരം. അത്തരത്തിരിക്കുന്നവരുടെ കൈ പിടിച്ചോണേ. അതായത് പേടിച്ചോടാതിരിക്കാനായിരിക്കും. പേടിയാ പോയിച്ചെവിടുന്ന്. ഇതിന്റെ റിച്വൽ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആരെയും വിളിക്കാൻ പോകണം. ആരെ വിളിക്കണം? എന്താണ് അച്ഛന്റെ പ്രശ്നം? പറഞ്ഞാ നീ സോൾവ് ചെയ്ത് തരുമോ? കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം. അതെന്നെ അച്ഛാ? അല്ല ചേട്ടാ, എന്താണ്? അല്ല അച്ഛൻ ചേട്ടാ കുറച്ച് ചടവാണെന്ന് വിളിക്കും. ഇല്ലടേ, അല്ല ചേട്ടാ. അപ്പൊ അറിയാൻ പറ്റും. വെള്ളത്തുണി രണ്ട് കമ്പി എടുത്ത് കുത്തി കയറ്റി അപ്പൊ നല്ലോണം ചോര വരും. ഇവ രണ്ടുപേരും അമ്മയുടെ മൂക്കിലോട്ട് ചേർക്കും. മക്കള് മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. അവരിപ്പോ എവിടെ? അവരാ താമസം. മൂത്ത ആള് ഡെറാഡൂണില്, അടുത്ത ആള് ചെറാപ്പുഞ്ചിയില്. ചെറാപ്പുഞ്ചി. അല്ല അപ്പൊ ആരാണ് കേസ് ഫയൽ ചെയ്തത്? കേസ് കൊടുത്തത് നിന്റെ അച്ഛൻ ബാലേന്ദ്രൻ തമ്പി. അപ്പൊ അറിയാൻ പറ്റും. വെള്ളത്തുണി രണ്ട് കമ്പി എടുത്ത് കുത്തി കയറ്റി അപ്പൊ നല്ലോണം ചോര വരും. ഇവ രണ്ടുപേരും അമ്മയുടെ മൂക്കിലോട്ട് ചേർക്കും. അടുക്കള കയറിയില്ലേ അമ്മ? ഓ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു, അതുകൊണ്ട് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു. ചെറിയ